ഈ കഥ കുറച്ച് ദൈർഘ്യമുള്ള മനോഹരമായൊരു പ്രണയകഥയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. രചന അഫ്ല ജാസ്, അവതരണം ഗിബിയ ശ്യാം ആൻ ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മറുതൽക്കിൽ നിന്ന് മകളുടെ പെണ്ണ് വിളിച്ചപ്പോഴാണ് മക്ക് ബോധം വന്ന്. എന്താ? നല്ല കഥ. ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ നിങ്ങള്? കേട്ടോ? ഈ എന്തായിഷു പറഞ്ഞേ? കൂടെ പട്ടി, ഞാൻ ഇത്ര നേരം പറഞ്ഞൊക്കെ വെറും ആവിയായി പോയല്ലുണ്ട് പഠിച്ചോനെ എന്നും പറഞ്ഞവൾ നെടുവീർപ്പെട്ടു. പട്ടിയെന്നോ? ആഹാ, ഒരു കെട്ടിയനെ വിളിക്കുന്നതാണ് കുരിപ്പ്. എങ്ങനെ? കെട്ടിയനായിട്ടില്ലല്ലോ, ആവട്ടെ കേട്ടോ, എന്നിട്ടാവാം. ആഹാ, അപ്പൊ മോൾക്ക് എന്നെ തേക്കാനുള്ള പരിപാടിയാണോടി? എന്താ സംശയം? ഞാൻ നിങ്ങളെ തേച്ചിട്ട് നല്ല ലുക്കുള്ള പയ്യനെ കെട്ടി അവന്റെ 5-6 മക്കളെയും വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി നിന്നേക്കാൾ ചന്തമുള്ള ഒരുത്തി കെട്ടും. എന്നിട്ട് നിന്നേക്കാൾ കൂടുതൽ സെഞ്ചുറി അടിക്കും. എപ്പടി? പോടെ കുരിപ്പേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അതെയോ? എന്നാ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. നിന്നെ കെട്ടുന്നതിലും ഭേദം വേറെ ഏതെങ്കിലും നല്ല മൊഞ്ചത്തി കുട്ടീനെ കെട്ടുന്ന. അങ്ങനെ കെട്ടിയ മനുഷ്യ, നിങ്ങളുടെ ആദ്യ രാത്രിയിൽ പാലിൽ ആരും അറിയാതെ സൈനൈഡ് കലക്കും ഞാൻ. അല്ലോ, ഇയാര ജോളിയോ? വേണ്ടി വന്ന ജോളിയാവും. എന്റെ പൊന്നെ, ഓൾറെഡി ഒരു ടിപ്പർ ലോറിയിൽ പോയിട്ട് തലവെച്ച ക്ഷീണം മാറിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാടി ഐശു വേറെ ലോറിയിൽ തലവെക്കുന്നത്? എനിക്ക് എന്റെ ഐശുവിനെ മാത്രം മതി. നീ അല്ലേടി എന്റെ പൊണ്ടാട്ടി. കേട്ടോടി കലിപ്പത്തി കെട്ടിയോളെ. കേട്ടൂടാ കലിപ്പം കെട്ടിയോനെ. അപ്പൊ നിന്റെ 6 മക്കളും എന്റെ 10 മക്കളും ടോട്ടൽ 16. നിനക്ക് താങ്ങൂടി പെണ്ണേ. അല്ല, നീയല്ലേ പറഞ്ഞ് 5-6 മക്കള് വേണമെന്ന്? എനിക്ക് 10. അപ്പൊ എല്ലാം കൂടെ നീ അങ്ങ് സഹിക്കുവോ? കാന്ന് വിളിയടി. ആഹാ, ഇല്ലെങ്കിൽ ഞാനങ്ങ് വരും. പിന്നെ എന്നെ കാണ് അതേ നട്ടപ്പാരിക്ക് ഒന്ന് പോയിക്ക. എന്റെ പെണ്ണിനെ കാണാൻ ഞാൻ എപ്പോ വേണമെങ്കിലും വരും. അയ്യടാ, അങ്ങനെ ഇപ്പൊ മോൻ ഉറക്കം കളഞ്ഞു വരണ്ടാട്ടോ. ആഹാ, എന്നാ ശരി. നിനക്കെന്നെ കാണാൻ ആഗ്രഹമില്ലല്ലേ? അങ്ങനെ അല്ലിക്ക, എനിക്ക് എപ്പോഴും ഇക്കാന്റെ കൂടെ ഉണ്ടാവാൻ ആഗ്രഹം. പക്ഷെ ഈ നട്ടപ്പാരിക്ക് കാണാൻ വരുന്നൊന്നും ശരിയല്ല. അങ്ങനെ എന്റെ അമ്മായിപ്പം പറഞ്ഞു പഠിപ്പിച്ചെന്നായിരിക്കും അല്ലേ? അതേലോ. നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, എന്നിട്ട് വേണം അങ്ങേരുടെ വായൊന്ന് അടപ്പിക്കാൻ. എന്തിന്? എന്റെ പൊന്നെ, അവളുടെ ഉപ്പാനെ പറഞ്ഞപ്പോ സഹിച്ചില്ലല്ലേ? എടി പൊട്ടി, ഞാൻ വെറുതെ പറഞ്ഞ. നിന്റെ വാപ്പുണ്ടായിട്ടല്ലേടി എനിക്ക് എന്റെ ഐശ്വര്യം കിട്ടി. പക്ഷെ എന്റെ അമ്മായിയപ്പനെ നല്ല സ്വഭാവം നിനക്ക് ഇല്ലല്ലോ എന്റെ പെണ്ണെ. അത് പിന്നെ ഞാൻ ക്ലാസ് എല്ലാം കട്ടാക്കി മതിലിയാടും എന്നുള്ളതൊക്കെ ശരിയാ. എന്നാലും ഞാൻ നല്ല കുട്ടിയാ. അല്ലടി, നീ എന്തിനാ വെറുതെ ക്ലാസ്സൊക്കെ കട്ടാക്കുന്നേ? മര്യാദക്ക് ഇരുന്ന് പഠിക്കില്ല, കൊഞ്ചാൻ ഉഷാറാവള്. എന്റെ കയ്യിൽ നിന്ന് എന്നാളാവും നിനക്ക് കിട്ടുക. പിന്നെ അങ്ങേരില്ലേ ആ ഗുണ്ടൻപിള്ള സാറ്, അങ്ങേര് മുടിഞ്ഞ് സ്ട്രിക്റ്റ് ആണെന്നേ. ഒന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യും. പഠിക്കാൻ നടന്ന എന്റെ സ്വഭാവം ഈ അറിയും കേട്ടല്ലോ. പിന്നെ ഇക്കാന്ന് വിളിച്ച് മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. കേട്ട്. എന്നാ പോയി ഉറങ്ങിക്കോ, ഇനി സമയം കളയണ്ട. നേരത്തെ എണീക്കാവുള്ളൂ. ഓക്കെ, എന്നാ ഞാൻ പോയി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. പതിയെ അവന്റെ ചിന്ത മുഴുവൻ അവന്റെ മാത്രം ഐശ്വര്യയിലേക്ക് സഞ്ചരിച്ചു. തന്റെ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആ കലവില കൂട്ടിയുള്ള സംസാരം അവൻ കേട്ടത്. ശരിക്കു പറഞ്ഞാൽ അപ്പൊ അവന് ദേഷ്യം വന്നിരുന്നു. കാരണം ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അവൻ ഐശുവിന് ഫോൺ എടുക്കാൻ പറഞ്ഞു. അവളത് കാതോരം വെച്ചതും ദാണ്ടെ ഉപദേശം. പണ്ടേ ഐശുവിന് ഉപദേശം തീരെ പിടിക്കില്ല. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാനും തോന്നിയില്ല. അവളും പറഞ്ഞു തിരിച്ച്. പക്ഷേ അവളുടെ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോൾ തൊട്ട് എന്തോ മനസ്സിൽ വല്ലാത്തൊരു സുഖം. ഇന്നേ വരെ കേൾക്കാത്ത ശബ്ദം പോലെ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ആ ശബ്ദം കേൾക്കാൻ. ആരെയും ആകർഷിക്കാൻ കഴിയുന്നതായിരുന്നു ആ ശബ്ദം. അങ്ങനെ അവന്റെ മനസ്സിലും അവൾ കയറിക്കൂടി. പിന്നീട് മുഴുവൻ അവൻ അവളിൽ അറിഞ്ഞില്ലാതെയാവുന്ന പോലെയായിരുന്നു. എന്തോ അവളുടെ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന പോലെ. അവളുടെ ആ മനോഹരമായ ശബ്ദത്തിൽ പാടിയ പാട്ടും എല്ലാം അവനിൽ പ്രണയത്തിന്റെ പൂക്കൾ വിരിയിച്ചു. അവളുടെ കുസൃതി കാട്ടിയുള്ള ചിരിയും അവളുടെ കുറുമ്പും അവനിൽ പ്രത്യേക സന്തോഷം നിറച്ചു. ശരിക്കു പറഞ്ഞ ഒരു വായാടിയായിരുന്നു അവൾ. ഒരിക്കൽ പോലും അവൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാലും ഫോട്ടോയിൽ അവളുടെ ഉണ്ടക്കണ്ണ് കണ്ടിരുന്നു. അങ്ങനെ അവന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു. പെണ്ണ് ആദ്യമൊന്നും അടുത്തില്ല, പിന്നെ പിന്നെ കുറച്ച് ശരിയായി വന്നു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം അവളുടെ മനസ്സിലും അവൻ കയറി തുടങ്ങി. പക്ഷേ അതവൻ അറിയിച്ചില്ലെന്ന് മാത്രം. എന്നാൽ അവളുടെ കസിൻ സിസ്റ്ററോട് അവൾ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിരുന്നു. എനിക്ക് വയ്യടി, എനിക്ക് ഇക്കാൻ ഒരുപാട് ഇഷ്ടാ.
പക്ഷേ ഞാനതൊരിക്കലും തുറന്നു പറയില്ല. കാരണം കുറേ ദൂരമുള്ള അവനെ എനിക്ക് എങ്ങനെ കിട്ടാനാ? നമ്മുടെ വീട്ടുകാര് അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, ഇക്ക ഒരിക്കൽ പോലും എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയ വാപ്പാനും ഉമ്മാനെയും എല്ലാം ചതച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അവൻ എനിക്കുള്ളതാണെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, ഇൻഷാ അല്ലാ. പിന്നെ ഇതൊരിക്കലും ഈ ഇക്കാനോട് പറയരുത് കേട്ടോ. എനിക്കിഷ്ടമല്ലെന്ന് തന്നെ വിശ്വസിച്ചോട്ടെ ആ പാവം. ശരിയടി. അങ്ങനെ തന്റെ കാര്യങ്ങളെല്ലാം തന്റെ കസിൻ സിസ്റ്ററായ ഫിനുവിനോട് അവൾ തുറന്നു പറഞ്ഞു. അവൾ അവനോടും പറഞ്ഞു. അവൾക്ക് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ചെക്കൻ്റെ മുഖത്തെ സന്തോഷം എന്ന് കാണായിരുന്നു. കാരണം അത്രയ്ക്കും ആഗ്രഹിച്ചതാണ് അവനത് കേൾക്കാൻ. പക്ഷേ അവൾ അവനോട് പറയുന്നതാണ് കരുതിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. എന്നാലും അവൾ തന്നെ അവനോട് എല്ലാം തുറന്നു പറയുന്നു അവൻ ഉറപ്പിച്ചു. അതിനുള്ള പ്ലാൻ അവൻ ഇട്ടു. അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങുമെന്ന വാശിയോടെ അവൻ്റെ പ്ലാനെല്ലാം ഫിനുവിനോടും പറഞ്ഞു. അങ്ങനെ കട്ട സപ്പോർട്ടായി അവളും അവൻ്റെ കൂടെ നിന്നു. പൊന്നു മോളെ, ഞാൻ നിന്നെ കൊണ്ടേ പോവും, അവൻ മനസ്സിൽ പറഞ്ഞു. എടി കുരിപ്പേ, നീ അറിഞ്ഞോ നമ്മുടെ ഷെഫീഖല്ലേ അങ്ങേരെ ഏതൊരുത്തി കയറി പ്രപ്പോസ് ആക്കിയെന്ന്? അങ്ങേരെ എന്നും മറുപടി പറയുന്നു എന്നോട് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം വന്ന പോലെ അത് പുറത്തു കാട്ടാതെ തന്നെ അവൾ ഫിനുവിനോടായി ചോദിച്ചു. എന്നിട്ട് ഇക്ക എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ തിരിച്ചും പറഞ്ഞോന്ന്. എന്നിട്ട് ഇക്ക എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു ആ കുട്ടീനെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല, ഞാൻ അവളോടും തിരിച്ചു പറയാണെന്ന്. ഞാനൊരുത്തിയുടെ പുറകെ കുറെ നടന്നില്ലേ, അവൾക്ക് എന്നെ വേണ്ടാലോ എന്ന്. ഒരു പുഞ്ചിരി അവൾക്കായി സമ്മാനിച്ചു. എന്തോ ആയിഷുവിൻ്റെ മനസ്സിൽ മുഴുവൻ അവനായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇക്കാക്ക് എന്നോടുള്ള സ്നേഹം. അല്ലെങ്കിലും ഞാൻ ഇക്കാനെ വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. പാവം, ഇതാണ് വിധിയെങ്കിൽ ഇത് നടക്കട്ടെ. അല്ലാ, എന്തിനാ എൻ്റെ പ്രാണന് വേറൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നേ? ഇനി അതായിരിക്കും വിധി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു. അവളൊന്ന് മറച്ചു പിടിച്ച് ഫിനുവിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. ഹലോ ഷെഫി, ഡാ കുരിപ്പൻ, സീന് കോൺട്രായിട്ടോ, അവൾ കരയുന്നു. ഫിനു ഷെഫിയെ വിളിച്ച് കാര്യം അറിയിച്ചു. ആഹാ, കുറച്ച് കരയട്ടേന്ന്, എന്നെ കുറച്ച് കരയിപ്പിച്ചല്ലേ? അവൾക്ക് നല്ല ഫീലായിട്ടുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞ ആകെ വല്ലാതായിട്ടുണ്ട്. ആ ഉണ്ടക്കണ്ണിൽ കരിമശെല്ലാം പോയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട അവളുടെ പുഞ്ചിരി മാഞ്ഞു, ഇപ്പൊ സങ്കടമാണ്. എന്റെ കുരിപ്പയെല്ലാം ശരിയാക്കാം. നീ അവളുടെ ഇടയ്ക്കാ പോയെന്ന് പറഞ്ഞേ? അവളുടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയിക്കുവാ. ആ, നീ അതിൻ്റെ പേരൊന്ന് വാട്സാപ്പ് അയച്ചേക്ക്, ഞാൻ പോയിട്ട് വരാം. ആടാ, ഓക്കെ. അങ്ങനെ അവൻ അവിടെ ചെന്നു. ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ മുഖം താഴ്ത്തി അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ. അവൾ മുഖമുയർത്തി നോക്കി. ആ സുറുമ എഴുതിയ കണ്ണുകൾ, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ഇക്കയാണെന്ന്. മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ അവനായി സുന്ദരമായൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവനും തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിച്ചു. ആ, ഞാൻ പറയാൻ മറന്നു. എന്നെ ഒരു പെൺകൊച്ച് പ്രപ്പോസ് ആക്കിയിരുന്നു. അവളെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അവളോട് ഞാൻ എനിക്കും ഇഷ്ടമാണെന്ന് പറയാൻ തീരുമാനിച്ചു. ഇനി അവൾ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എന്നെ വേണ്ടാത്ത ഒരുത്തിക്ക് വേണ്ടി ഞാനെന്തിനാ കാത്തിരിക്കുന്നത്? സ്നേഹം അത് പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ, അത് മനസ്സറിഞ്ഞ് തരേണ്ടതല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടില്ലെന്നടിക്കാൻ ഇനിയും എനിക്കാവില്ല. 3 വർഷം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു, എന്നിട്ടും നിനക്കെന്നെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? എന്നെ ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ ഇനി എൻ്റെ റൂഹിൻ്റെ പാതിയായി സ്വീകരിക്കണം. എൻ്റെ എല്ലാമായി അവൾ ഇനി മനസ്സിൽ പ്രതിഷ്ഠിക്കണം എന്നും പറഞ്ഞ് അവൻ ഒളി കണ്ടിട്ട് അവൾ നോക്കി. പെണ്ണ് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങക്ക് ഇത്രയുള്ളൂ എന്നോടുള്ള സ്നേഹം? വേറെ ഒരുത്തി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്നെ വേണ്ടല്ലേ? അവളെ ഏങ്ങലടിച്ചുകൊണ്ട് ചോദിച്ചു. നീ എന്തിനാ ഇഷു കരയുന്നേ? ഛേ, ഇനി എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? നിന്റെ ശരിക്കുള്ള പേരെന്തുവാ? ആ, ഷാനു, അതല്ലേ? അങ്ങനെ വിളിക്കാം. നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ. നിനക്കെന്നെ വേണ്ടി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരാ പറഞ്ഞ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല? എനിക്ക് ഒത്തിരി ഇഷ്ടാ, എനിക്ക് ജീവനാ, എന്റെ എല്ലാം ഇക്ക നിങ്ങള്. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായിക്ക. സോറി ഷാനു, ഇനി അവളെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. നീ എന്നെ മറന്നേക്ക്, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ശരി, പോയിക്കോളൂ. ഞാൻ ഇനി ഒരിക്കലും ശല്യമായി വരില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ വിഷമിപ്പിക്കണ്ട. ഇതാണ് വിധിയെങ്കിൽ ഇങ്ങനെ നടക്കട്ടെ. ബൈ എന്നും പറഞ്ഞ് അവൾ പോവാനൊരുങ്ങിയതും അവന്റെ കൈകൾ കൊണ്ട് അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. ശേഷം അവന്റെ 2 കൈകളാൽ അവളുടെ മുഖം കൈക്കുള്ളിലാക്കി ആ ഉണ്ടക്കണ്ണിൽ നോക്കിയിട്ട് അവൻ പറയാൻ തുടങ്ങി. ഐഷു, പെണ്ണ്, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വേറൊരുത്തിയെ കാണുമ്പോൾ എല്ലാം വർണ്ണിച്ച് പോകുന്നു? എനിക്കതിന് പറ്റില്ല പെണ്ണെ. കാരണം ഞാൻ ആദ്യമായി അവസാനമായി സ്നേഹിച്ചത് നിന്നെയാ, നിന്നെ മാത്രം. ആ സ്ഥാനം ഇനി വേറൊരാൾക്കുണ്ടാവില്ല. അത്രയ്ക്ക് എൻ്റെ ഇടനെഞ്ചോട് നീ ചേർന്നിരിക്കുന്നു. കഴിയില്ല പെണ്ണെ, നീയില്ലാതെ ഈ ജീവിതത്തിൽ ഷെഫീഖിനൊരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം ഐഷുവാണ്. നിന്നോളം വേറൊരു പെണ്ണിനെയും
ഞാൻ ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ല, ഇനി സ്നേഹിക്കാനും കഴിയില്ല. എന്റെ കൽബ് കവർന്ന മൊഞ്ചത്തി അല്ലേടി നീ. അവൻ പറയുന്ന ഓരോ വാക്കും അവൾ കൗതുകത്തോടു കൂടി നോക്കി നിന്നു. അപ്പൊ നിങ്ങൾ ഇഷ്ടാണെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയോ? എടി പൊട്ടി, നീ പോയിട്ട് ഇഷുവിനോട് പറഞ്ഞില്ലേ എനിക്ക് ഇക്കാനെ ഇഷ്ടമാ, പക്ഷെ അത് ഞാൻ പറയില്ലെന്നൊക്കെ. അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ പൊട്ടിപ്പെണ്ണിന് എന്നും ഈ കലിപ്പഞ്ചക്കൻ തന്നെയാ നല്ലത്. പിന്നെ നീ എന്നോട് പറയാതെ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം. അതുകൊണ്ടാ ഇങ്ങനൊരു നാടകം ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരുത്തി എന്നെ പ്രപ്പോസ് ആക്കിയിട്ടില്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. എന്നാലും എന്ത് കരച്ചിലാണടി, കണ്ണീർ സീരിയൽ അഭിനയിക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് അവൻ അവളെ കളിയാക്കി. പോട പട്ടി, എന്നെ വെറുതെ കരയിപ്പിച്ചിട്ട് കിടന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? നിനക്ക് ഞാൻ തരാടാ. ദാ ഇവിടെ തന്നാ മതി. എന്ത്? അല്ല, എന്തോ തരാന്ന് പറഞ്ഞില്ലേ, അത് ഉമ്മയല്ലേ, എനിക്കറിയാം. അയ്യേ, പോടാ വൃത്തിയിട്ടവനെ. ഇങ്ങളെന്ത് ഞാൻ? അതും പറഞ്ഞ് അവൾ അവനെ നടുപ്പുറം നോക്കിയൊരു അടി. അങ്ങനെ കുറെ നേരത്തെ അടിക്കൊടുവിൽ അവൻ ശ്വാസം വിടാൻ വേണ്ടി റെസ്റ്റ് എടുത്തു. പൊന്നു മോനെ, എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. പോടി ഭദ്രകാളി. ഈ പോടാ ഡ്രാക്കുളെ. എന്തു ആടി, കുറച്ച് ബഹുമാനൊക്കെ ആവാം. ഇതിപ്പോ കരഞ്ഞുകൊണ്ടിരുന്ന മുതൽ തന്നെയാണോ? ആ, എന്തായാലും വഴിയെ പോയ വയ്യാവേലെടുത്ത് തലയിൽ വെച്ചതല്ലേ സഹിച്ചേട്ടിന്റെ മോൻ. ആ, സഹിച്ചല്ലേ പറ്റൂ. അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. വീട്ടിൽ പോയിക്കോ, കുറെ നേരമായില്ലേ. വാപ്പിച്ചില്ല അവിടെ? ആ ഉണ്ട്, എന്നെ ഞാൻ പോയി കൊണ്ടുവരണോ? ആവശ്യമില്ല, ഞാൻ തനിയെ പോയിക്കോളാം. അവൾ നടന്നകലെന്ന് നോക്കി അവനൊരു പുഞ്ചിരിയോടെ നിന്നു. പിന്നീടുള്ള കാലം മുഴുവൻ പരസ്പരം മത്സരിച്ച് പ്രണയിക്കുകയായിരുന്നവർ. പരസ്പരം പരിഭവങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച്. അവളെന്നാൽ അവനും, അവനെന്നാൽ അവൾക്കും ജീവനായിരുന്നു. മുല്ലപ്പൂ പൂക്കൾ പോലെ അവളുടെ പ്രണയം പൂത്തുലഞ്ഞു. അങ്ങനെ അവന്റെ പ്രണയം വീട്ടിൽ അറിയിച്ചു. അപ്പോഴാണ് ഉമ്മയുടെ നാവിൽ നിന്ന് ഇടിത്തീ പോലെ ആ വാക്കുകൾ അവന്റെ കാതിൽ പതിഞ്ഞത്. ഇല്ല ഷെഫി, ഇതൊരിക്കലും നടക്കൂല. ആ മോൾക്കും നിനക്ക് എല്ലാ ആഗ്രഹവും ഉണ്ടാവും പരസ്പരം ഒന്നിക്കാൻ. പക്ഷെ നല്ല ദൂരല്ലേ ഇവിടുന്ന് അവിടേക്ക്. അതുമാത്രമല്ല, ഓൾക്ക് പ്രായമായിട്ടുമില്ല. അനക്കറിയാലോ ഷെഫി, ഈ ഉമ്മാക്ക് ഈ പൊന്നുമോരെ നിക്കാഹ് ഉടനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ട് ഇത് നടക്കില്ല. മറന്നേക്കവളെ. വേണ്ട ഷെഫി ഞമ്മക്ക്. ഉമ്മ, ഇല്ല ഷെഫി, ഈ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഷെഫി, ഉമ്മ പറയുന്നത് ശരിയാ. ഈ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. നന്നായിട്ട് ആലോചിക്ക്. എനിക്ക് ഉറപ്പുണ്ട് ഈ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുന്നു. ശരിത്താ. ഇല്ലടി പെണ്ണെ, ഒരിക്കലും നിന്നെയല്ലാതെ വേറെ ഒരുത്തേയും മനസ്സിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും കൈപ്പിടിച്ച് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. ഈ കാക്ക് എൻ്റെ പൊട്ടിപ്പെണ്ണിനെ മറക്കാനും ഒഴിവാക്കാനും ആവില്ല. ഞാനായി നിന്നിലേക്ക് വന്നതാണ്, നീയായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിട്ടിട്ട് പോയാൽ അത് നിനക്ക് സഹിക്കാവുന്നതിലോ അപ്പുറമാവും. പക്ഷെ എനിക്ക് എൻ്റെ പൊട്ടിപ്പെണ്ണിനെ മറക്കാനും വയ്യ, ഉമ്മാനെ ധിക്കരിക്കാനും വയ്യ. ഈ അവസ്ഥയിലായല്ലോ പടച്ചോലെ ഞാൻ. ഇനി നീ തന്നെ തുണ. പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരുതരം അകൽച്ചയായിരുന്നു അവൻ അവളിൽ നിന്ന്. മെസ്സേജ് ആക്കിയാൽ റിപ്ലൈ തരില്ല, തന്നാൽ തന്നെ ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ദിവസം കഴിയും തോറും അവൻ്റെ അകൽച്ച കൂടിക്കൂടി വന്നു. അവളിൽ നോവുണർന്നു. ഇത്രയും കാലം വിചാരിച്ചത് ഓഫീസ് തിരക്കായിട്ട് ബിസി ആയിരിക്കുന്ന. പക്ഷെ അങ്ങനെയല്ല, ഈ കാക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനി എന്നെ വെറുത്തു തുടങ്ങിയോ? അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇക്ക വേണ്ടിയിരുന്നില്ല. ഒഴിവാക്കാനായിരുന്നെങ്കിൽ എന്തിനാ മോഹം തന്ന് അവസാനം ഉപേക്ഷിച്ചു പോകാനായിരുന്നു. പെണ്ണ്, നിന്നെ കൂടെ കൂട്ടി ചങ്കിൽ കൊണ്ടുനടന്ന് എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു ആദ്യം. എങ്കിലും ഒഴിഞ്ഞു മാറില്ലായിരുന്നു ഞാൻ. എന്തിനാ ഇക്ക എന്നെ സ്നേഹിച്ചിട്ട് ഇട്ടേച്ചു പോയത്? എന്തിനാ? അവളൊരു പ്രാന്തിയെ പോലെ കരഞ്ഞു. തലയിണയിൽ അവളുടെ കണ്ണുനീർ നനവ് പടർന്നു. ഇരുണ്ട കാർമേഘം പോലെ അവളുടെ മുഖം വല്ലാതെയായി. ഉണ്ടക്കണ്ണ് വിഷാദം കലർന്നവരെ പോലെ മങ്ങിത്തുടങ്ങി. ആ ഇളം റോസ് നിറത്തിലുള്ള അവളുടെ അധരങ്ങൾ ഉണങ്ങി. ചിരിക്കാൻ പോലും മറന്നു. മനസ്സിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങളുടെ ഒരു കൊട്ടാരം തന്നെ പടുത്തുയർത്തി. അവളുടെ ശരീരമെല്ലാം പതിയെ പതിയെ തളർന്നു തുടങ്ങി. വീട്ടുകാരൊന്നും അറിയിക്കാതിരിക്കാൻ അവൾ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു. 5 വക്ത് നമസ്കരിച്ചു. അവളിന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ മുഴുവൻ നിറഞ്ഞു അവളുടെ മാത്രം ഇക്കയായിരുന്നു. അവളുടെ മാറ്റങ്ങളെല്ലാം ഫിനി വഴി അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ച് പൊട്ടിപ്പോവും വിധം സങ്കടം അവൻ്റെ മനസ്സിൽ ഉറഞ്ഞുകൂടി. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ അവൻ വിങ്ങിപ്പൊട്ടി. വയ്യ പെണ്ണെ, ഇനിയും നിന്നെ വേദനിപ്പിക്കാൻ. എൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ കണ്ടേൽക്കാൻ എനിക്കാവുന്നില്ല. ഉമ്മയോട് സംസാരിക്കണം ഉടനെ. അവനൊരു ഉറച്ച തീരുമാനത്തോടു കൂടി വീട്ടിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി നിസ്കരിച്ച് അവൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മ, ആ ഈ വന്നോ? ഞാൻ എന്നെ കാത്തിരിക്കുന്നു. ദേ ഈ കുട്ടിയെ നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് നിനക്ക് ചേരും. നാളെ പോയെന്ന് കണ്ടു നോക്കിയേ. ഉമ്മ,
പറ ഷെഫി, എന്താണ് പറയാനുള്ളത്? ഉമ്മാക്കിനോട് ദേഷ്യം തോന്നരുത്, ഞാൻ പറയുന്നത് കേട്ടാൽ. ഇല്ല മോനെ, ഈ പറ. ഉമ്മ, എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക്. തിരിച്ചു അങ്ങനെ തന്നെയാണ്. പരസ്പരം ഇത്രയും ദിവസം അകന്ന് നിന്നിട്ടില്ല. ഇതുവരെ ഒരു മെസ്സേജ് പോലും ഇല്ലാതെ ഞങ്ങളുടെ ദിവസം ആരംഭിച്ചിട്ടില്ല. ഒരു മെസ്സേജ് പോലും കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കരയാറുള്ള അവളുടെ ഇപ്പോഴത്തെ കോലം കണ്ടിട്ട് സഹിക്കുന്നില്ല ഉമ്മ. ഞാനായിട്ടാ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച്. അവൾ കുറെ അകന്ന് മാറിയതായിരുന്നു. പിന്നെയും ഞാൻ അവളുടെ പുറകെ ചെന്ന്. ഉമ്മ പ്ലീസ്, ഈ മോനെ മനസ്സിലാക്കില്ലേ? പറ്റില്ല ഉമ്മ, എനിക്ക് വേറൊരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റാൻ. ഉമ്മ ആഗ്രഹിക്കുന്ന പോലെ ആ ദാമ്പത്യ ജീവിതം പൂർണ്ണമാവില്ല. കാരണം ആദ്യം ഞാൻ മനസ്സുകൊണ്ട് മഹറടിഞ്ഞവൾ അതെൻ്റെ ആയുഷുവാണ്. അവളോളം വേറെ ആരെയും ഞാൻ പ്രണയിച്ചിട്ടില്ല ഉമ്മ. ഇനി പ്രണയിക്കാനും കഴിയില്ല. കാരണം ഈ ഷെഫീഖിന്റെ മനസ്സിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് കയറിക്കൂടിയത് എൻ്റെ ഐഷുവാണ്. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ ഉമ്മാക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. കാരണം രണ്ടുപേരും അത്രയ്ക്ക് മനസ്സറിഞ്ഞ് തന്നെ സ്നേഹിച്ച് അവരെ തമ്മിൽ അകറ്റിയാൽ പടച്ചവും പോലും പൊറുക്കില്ല. ഷെഫി ഡാ, ഉമ്മാക്കറിയാം നിങ്ങളെ സ്നേഹത്തിൻ്റെ ആയെന്താണെന്ന്. ഓള് അണക്കുള്ളത് തന്നെയാണ്, അണക്കായി വിരിച്ചു തന്നെയാണ് ഓളെ നട്ടില്ലുകൊണ്ട്. ഒരു നാൾ ഈ ഓളെ മാറണിക്കും ഇൻഷാ അല്ലാ. ആ കുട്ടീനെ ഇനിയും വിഷമിപ്പിച്ചണ്ട, പോയി പറഞ്ഞേക്ക്. ഈ ഉമ്മാന്റെ മരുമകളാവും ഷെഫിയുടെ മാത്രം ഐശുവിന് സ്ഥാനമുള്ളൂ എന്ന്. ഉമ്മ, അവൻ ഉമ്മാനെ മുത്തങ്ങൾ കൊണ്ട് മൂടി. അണക്ക് ആള് മാറിപ്പോയി ഷെഫിയെ, പോയി എന്നെ കെട്ടിയോൾക്ക് കൊടുക്കടാ. അതിനാ പോത്ത് സമ്മതിക്കണ്ടേ, ഹറാമാണ് പോലും. ഓള് നല്ലോളാ, വേഗം ഇങ്ങ് തന്നേക്ക്. എനിക്കെന്നെ മരുമകളെ അല്ല മകളെ. ശരി ഉമ്മ. അവന്റെ മനസ്സ് നിറഞ്ഞു. എന്ത് പ്രശ്നവും ഉള്ളു തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂന്ന് അവന് മനസ്സിലായി. അല്ലെങ്കിലും തന്റെ മാതാപിതാക്കളോളം നമ്മെ മനസ്സിലാക്കാൻ വേറെ ആർക്കാ സാധിക്കാൻ. ഉടൻ തന്നെ അവൻ അവൾക്കായി ഒരു മെസ്സേജ് ഇട്ടു. ഷാനു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നാളെ രാവിലെ പാർക്കിൽ വരാവോ? അതിനുത്തരം ഒരു മൂളൽ മാത്രമായിരുന്നു. അവളുടെ മൂളലിന്റെ അർത്ഥം മനസ്സിലായില്ലേ? കുട്ടിക്ക് സങ്കടമായിട്ടുണ്ട്. ഷാനു എന്ന് വിളിച്ച കാരണം ഐഷു എന്നല്ലാണ്ട് വിളിക്കാതെ അവൻ അങ്ങനെ വിളിച്ചപ്പോൾ ഒരുതരം അകൽച്ച ഫീൽ ചെയ്തു. എന്ത് തന്നെയാലും അവളത് സ്വീകരിക്കുന്ന മട്ടിൽ അവൾ നിന്നു. നിദ്രാദേവി പതിയെ അവരെ തലോടി. കുറച്ച് നാളുകൾക്ക് ശേഷം സുഖമായിട്ട് അവൻ ഉറങ്ങി. രാവിലെ തന്നെ തന്റെ പെണ്ണിനെ കാണാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ചെക്കൻ. എന്താ ഈത്താക്കൊരു ചുമ? ഏയ് ഒന്നുമില്ലടാ. അല്ലടാ, ഇന്ന് തന്നെ നിക്കാവല്ലാണോ ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോവാൻ? അതിൻ്റെ ഇടയിലാണ് ഉമ്മ കയറി വന്ന്. ആ, കുറെ കാലത്തിന് ശേഷം അവൻ്റെ ഐശുവിനെ കാണാൻ പോവല്ലേ? ഒരുങ്ങട്ട മോളെ അവൻ അല്ലേ ഷെഫി? ഓ, അലയും ഉമ്മയും മോനൊരു ടീം. നമ്മൾ ഔട്ട്. എൻ്റെ നാത്തൂനെന്ന് വരട്ടെ, എന്നിട്ട് വേണം നിങ്ങളെ പരട്ട മോനെ ശരിയാക്കി എടുക്കാൻ. എന്താടാ അണക്കൊരു കള്ളച്ചിരി? ഹേയ് ഒന്നുമില്ല ഉമ്മ. എന്നാ ഞാൻ ഇറങ്ങിട്ടോ? ആ ശരി, സൂക്ഷിച്ചു പോണേ. ആ ഉമ്മ. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കിൽ തന്നെ അവൻ യാത്രയായി. അങ്ങനെ അവൾ ഇരിക്കുന്ന പാർക്കിലേക്ക് അവൻ പോയി. ഒഴിഞ്ഞൊരു ബെഞ്ചിൽ എവിടേക്കോ കണ്ണു നട്ടിരിക്കുന്ന അവളെ അവൻ കണ്ടു. എന്തോ അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പടച്ചോനെ, എങ്ങനെ ഇരുന്നിരുന്നവളാ ഇങ്ങനെ? ആ, ഇന്നത്തോട് സങ്കടങ്ങളെല്ലാം മാറി സന്തോഷിക്കും. ആ ഉണ്ടക്കണ്ണ് ഒന്നുകൂടെ ഭംഗി കൂടും. ആ അധരങ്ങളിൽ കൂടുതൽ തിളക്കം കൂടും. ഓരോന്നോർത്ത് അവൻ അവളുടെ അടുക്കിലെത്തി. ഐഷു, പ്രണയാർദ്രമായി അവൻ വിളിച്ചു. പെട്ടെന്നുള്ള അവന്റെ വിളിയിൽ സന്തോഷം കൊണ്ട് അവളുടെ അധരങ്ങൾ പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ തിളങ്ങി. അവന്റെ കണ്ണുകളിലേക്ക് അവൾ നോട്ടമെറിഞ്ഞു. എവിടെയായിരുന്നു ഇക്ക? മറന്നു എന്നെ? ഒരിക്കലും തനിച്ചാക്കി പോയില്ലെന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങളുടെ ഒരു ചെറിയ അവഗണന പോലും സഹിക്കാൻ കഴിയാത്തവളാ ഈ പൊട്ടിപ്പെണ്ണെന്ന്. എന്നിട്ട് എന്നെ നകന്നു നിന്നത് എന്തിനേക്കാ? ഒരു പേമാരി കണക്കെ അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ പറഞ്ഞു തീർത്തു. അവന്റെ ഷർട്ടിൽ നനവ് പടർന്നപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത്. പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് ഉടുമ്പടക്കം അവനെ അവൾ പിടിച്ചിരുന്നു. അവളൊരു നെട്ടലോടുകൂടി പെട്ടെന്ന് അകന്നു മാറി. അവന്റെ ചിരിയിൽ അവളും തുറിച്ചു നോക്കി. ഇങ്ങനെ നോക്കില്ലേ പെണ്ണെ, എന്റെ കൺട്രോള് പോവട്ടോ. അല്ലാ, ഒരു കല്ല് കിട്ടുവോ? ഏയ് ചൂടാവലടി, പറയല്ല. ഈ നിന്നെ തനിച്ചാക്കി പോവാൻ തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങനെ കഴിയും? ഇല്ല പെണ്ണെ, ഒരിക്കലും അതെനിക്ക് കഴിയില്ല. കൂടെ കൂട്ടി ചങ്കിൽ കൊണ്ടാടുന്നേ നിന്നെ ഇട്ടേച്ച് പോവാനല്ല, മരണത്തിനല്ലാതെ ഒരിക്കലും നമ്മളെ വേർപിരിക്കാനാവില്ല. എൻ്റെ റൂഹ് ഉടലിൽ നിന്ന് എന്ന് വേർപിരിയുന്നുവോ അന്നായിരിക്കും ഞാൻ നിന്നെ വിട്ടുപോകുക. അല്ലാതെ അതിനെനിക്ക് കഴിയില്ല. കാരണം എൻ്റെ ജീവനും ജീവിതവും നീയല്ലടി, നീ മാത്രം. ഈ ഇക്കാൻ്റെ മാത്രം പൊട്ടിപ്പെണ്ണ്. പിന്നെ എന്തിനാ എന്നോട് മിണ്ടായിരുന്നേ? അവൻ നടന്നെല്ലാം അവൾക്ക് മുമ്പിൽ വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി.
അപ്പൊ വേറെ പെണ്ണെ കെട്ടാൻ പോവായിരുന്നു അല്ലേ നിങ്ങള്? പോക്കൊരുങ്ങ. അല്ലോ എന്റെ കുട്ടിയെ, ഇനിയും വയ്യ. ഒരാറ്റം ബോംബിനെ കൂടി സഹിക്കാൻ ഒന്നുള്ളതന്നെ ധാരാളം. ആ പല്ല് കണ്ടില്ലേ ചെയ്ത്താൻ. എന്താടി നീ വിളിച്ചേ? എന്താ എനിക്ക് വിളിച്ചൂടെ? ആ വിളിച്ചോ, എത്ര വേണേലും വിളിച്ചോ, ഞാൻ പോണു. അയ്യോ പോകല്ലേ. സോറി. സോറി ഇക്ക. എന്തോ നിക്ക സോറി പറഞ്ഞില്ലേ? എന്നാ ഞാൻ പോട്ടെ. ആ പൊക്കോ, എവിടേക്കാന്ന് വെച്ചാ. ഉറപ്പാണോ? ആ ഉറപ്പ്. ഉറപ്പാണോ? അയ്യടാ, എന്നിട്ട് നിങ്ങൾക്ക് വേറെ പെണ്ണിനെ കെട്ടാനല്ലേ? വിടമാട്ടെ, ഉന്നെ വിടമാട്ടെ. കേട്ടല്ലോ ഷെഫീക്ക് കുപ്പിക്കേ. എടി എടി, അവൻ തല്ലാൻ കൈപൊക്കിയതും അവൾ ജീവനം കൊണ്ട് ഓടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മനസ്സറിഞ്ഞ് ചിരിച്ചു. വീണ്ടും പഴയതുപോലെ, പഴയതിനേക്കാൾ ഒന്നുകൂടി ഉഷാറോടുകൂടി വീണ്ടും മത്സരിച്ച് അവർ പ്രണയിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ വീട്ടിൽ അവന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം കുറച്ച് പൊട്ടിത്തെറി ഉണ്ടായെങ്കിലും അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. എല്ലാം അങ്ങോട്ട് ഉറപ്പിച്ചു. പിന്നീട് എൻഗേജ്മെന്റ് എല്ലാം പെട്ടെന്നായിരുന്നു. കുറച്ച് മാസം കൂടിയുള്ളൂ ഗൾഫിലേക്ക് അവൻ പോവാൻ. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നെല്ലാം കഴിച്ചത്. ഇനി 1 വർഷത്തിന് ശേഷമാണ് നിക്കാഹ്. അതുവരെ പെണ്ണിനെ ആലോചിച്ച് ചെക്കനൊരു നിക്കപ്പൊറുതിയില്ല. രാത്രിയിൽ അവളുടെ സൗണ്ട് കേട്ടാലേ അവൻ ഉറക്കം വരും എന്നുള്ള രീതിയിലായി. 1 വർഷങ്ങൾക്ക് ശേഷം ചെക്കൻ എത്താറായി, നിക്കാഹ് കഴിഞ്ഞത്രേ. ആരോ പറയുന്നവൾ കേട്ടു. എന്തോ ഇതുവരെ ഇല്ലാത്ത ഭയം അവളിൽ ഉടലെടുക്കുന്നതായിട്ട് തോന്നി. ഞങ്ങൾ ഏറെ കൊതിച്ച ആ സുദിനം വന്നെത്തി. അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു. വാപ്പാന്റെ കൈ പിടിച്ച് അവൾ ആ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അവൾ കാണുന്നുണ്ടായിരുന്നു തന്നെ ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന നമ്മുടെ കലിപ്പൻ ചെക്കനെ. ഇങ്ങനെ മൊഞ്ച് കുറച്ച് കൂടുതലാ. കല്യാണ പെണ്ണ് ഞാനാണെങ്കിലും പെൺകുട്ടികളെ നോട്ടം മുഴുവൻ അങ്ങയുടെ വായിലേക്കാ. ശരിയാക്കി തരാം ഞാൻ. നമ്മുടെ പെണ്ണ് അവിടെ ഉപ്പാന്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറി നോക്കിയെന്ന് എനിക്ക് നല്ല അടാറ് വാരൽ തന്നെ കിട്ടി. നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാടാ, അതിന് ഇപ്പൊ തന്നെ ഇങ്ങനെ നോക്കി ഊറ്റി കുടിക്കല്ലേ. അവന്റെ കൂട്ടുകാർ അടക്കം പറഞ്ഞ് ചിരിച്ചു. ഓ കുരിപ്പോൾ അവിടുന്ന്. അവളുടെ നോട്ടം മുഴുവൻ നമ്മളിലേക്കും നമ്മൾ അസലായിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിലേക്കും ആണ്. ഈ പെണ്ണിന്റെ കൂശുമ്പ് ഇനിയും തീർന്നില്ലേ? ശരിയാക്കി തരാം ഞാൻ. അവന്റെ അടുത്തേക്ക് അവൾ വന്നതും അവന്റെ കയ്യിലെ മഹർ അവൾ അണിയിച്ച ശേഷം അവന്റെ ആദ്യ ചുംബനം അവളുടെ നെറ്റിയിൽ അമർന്നു. തന്റെ പ്രണയത്തിൽ നെയ്തെടുത്ത ആദ്യ ചുംബനം. ഒരിക്കലും ഇവളെ എന്നിൽ നിന്ന് അകറ്റില്ലേ എന്ന പ്രാർത്ഥനയും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതെ, ഇനി മുതൽ ഹറാമല്ല കേട്ടോ, ഹലാല് തന്നെയാ. അവൾ ചെറുനാണത്തോടെ തലതാഴ്ത്തി നിന്നു. അവളുടെ അധരങ്ങളിൽ സുന്ദരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ കൈകൊട്ടിപ്പാട്ടും മേളവും എല്ലാം ആരംഭിച്ചു. കേക്ക് കട്ടിങ്ങും അങ്ങനെ എല്ലാം അവസാനിച്ചു. ഇനി താൻ പുതിയ വീട്ടിലേക്ക്, തൻ്റെ ഏറെക്കാലത്തെ ഇവിടുത്തെ വാസ്തുശേഷം അതിഥിപ്പട്ടം ഏറ്റെടുത്ത് സ്വന്തം വീട്ടിലേക്ക് വരണം. ഈ അവസ്ഥ മിക്ക പെൺകുട്ടികളെയും സങ്കടത്തിലേക്ക് നയിക്കുന്നു. ഇന്നു മുതൽ ഇക്കാടെ വീട് എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ വിട്ട് പിരിയാൻ കഴിയുന്നില്ല. തൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും സഹോദരന്മാരെല്ലാം വിട്ടിട്ട് താനിന്ന്. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവളുടെ ഉപ്പാനെയും ഉമ്മാനെയും അവൾ ഇറുകെ പുണർന്ന് ഒരുപാട് കരഞ്ഞു. പോവാൻ സമയമായപ്പോൾ അവരിൽ നിന്ന് അവളെ വേർപിരിവിച്ച് കാറിൽ കൊണ്ടിരുത്തിയ ശേഷം ഉപ്പാനെ ആലിംഗനം ചെയ്ത് തരാൻ പറഞ്ഞ് അവൻ അവളോടൊപ്പം കാറിൽ കയറി. നേരെ അവൻ്റെ വീട്ടിലേക്ക് വിട്ടു. കുറേ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അവളെ നിദ്രാദേവി തലോടിയിരുന്നു. ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവും പാവം. ഒരാഴ്ചത്തെ പരിപാടിയില്ലായിരുന്നു, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൻ അവളെ ഉണർത്താനും നിന്നില്ല. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. വീടെത്തിയപ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അവളെ കൈപ്പിടിച്ച് അവൻ ഇറക്കി. ഹാളിലേക്ക് കയറാൻ നിന്നു കസിൻസ് ബാരകളുടെ വക ഒരു ഡയലോഗ്. അതെ, ഇവിടുത്തെ നിയമം പുതുപ്പെണ്ണിനെ ചെറുക്കനെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകണമെന്നാ. അങ്ങനെ തന്നെയാ വേണ്ടേ. അവൾ നിന്ന് കിണുങ്ങി ചിരിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ രാത്രി തരാടി 18ന്റെ പണി. അവിടെ ഒരു ഇളി. ഇന്ന് ഞാൻ നിന്റെ നട്ടും പിരിയാൻ ലൂസാക്കും. ഇരുകൈകളാൽ അവളെ പൊക്കിയെടുത്ത് അവന്റെ റൂമിലേക്ക് പുറപ്പെട്ടു. സ്റ്റെയറെല്ലാം കയറിയപ്പോൾ തന്നെ സെക്കൻഡ് നടുവൊടിഞ്ഞെന്നാ തോന്നുന്നു. എടി സൈത്താനെ, എന്റെ ആദ്യരാത്രി ഈ കാളരാത്രി ആക്കിയല്ലോ. അയ്യോ എന്റെ നടു. റൂമെത്തിയതും അവൻ അവളോടായി പറഞ്ഞു, ഇറങ്ങടി അവിടുന്ന്. ഇല്ലെന്നവൾ തലയാട്ടി. നിലത്തേക്ക് ഇടണ ഞാൻ? താഴെ ഇറക്കിയാലല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ, അല്ലാതെ ഇറങ്ങാൻ ഞാൻ പ്രേതൊന്നുമല്ല. അവൾ അവനെ നോക്കി ഗോഷ്ടി കാണിച്ചോട് പറഞ്ഞു. അല്ലാ ക്ഷമ തരണേ. ആ ഇനി മുതൽ സഹിച്ചേ പറ്റൂ. ഇക്കാ ഇക്കാ ഇക്കാ. എന്താ ആടി പറ, ഇങ്ങനെ കൂക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ അല്ലേ. ഇക്കാ സ്റ്റിൽ ഐ ലവ് യു എന്നും പറഞ്ഞ് കൊച്ചി ഏന്തി വലിഞ്ഞ് കവളിയൊരു കടി കൊടുത്തു. ഒറ്റ ഓട്ടം. നീ ഏതുവരെ ഓടുന്നു ഞാനും നോക്കട്ടെ. ഇങ്ങോട്ട് തന്നെയല്ലേ വരാനുള്ളത്. കാണിച്ചു തരാം ഞാൻ. കാണാം. കാണിച്ചു തരടി ഞാൻ. നിങ്ങളെന്താ ടോം ആൻഡ് ജെറി കളിക്കാണോ? ഷെഫി പോയിട്ട് റെഡി ആയിട്ട് വാ. ഈവനിങ് ഫംഗ്ഷൻ ഉള്ളത് അറിയില്ലേ? ഞങ്ങൾ ഇവിടെ ഒരുക്കട്ടെ, നീ പൊക്കോ. ഓ നാത്തൂൻ വന്നപ്പോ നമ്മൾ ഔട്ട്, അതും എന്റെ റൂമിൽ നിന്ന്. നടക്കട്ടെ. ഇനി മുതൽ ഇങ്ങനെയാ അല്ലേ?
ആ അതേ മോളെ. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. നമ്മുടെ ചെക്കൻ കലിപ്പ് കയറിയിട്ട് ചെക്കൻ പെണ്ണിനെ നോക്കിയതും സ്വിച്ചിട്ട പോലെ അവളുടെ ചിരി നിന്നു. പാവം കൊച്ച് പേടിച്ചിട്ടാ. എന്നാ റെഡി ആയിക്കോ എന്നും പറഞ്ഞ് അവൻ പോയി. അവൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്കും. എല്ലാം റെഡിയായതിനു ശേഷമാണ് അവൾ റൂമൊന്ന് നോക്കുന്ന പോലും. അവിടെയെല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലാണ് സെറ്റ് ചെയ്തത്. ഗ്ലാസ് വിൻഡോ ഫേവറേറ്റ് ആണ് നിൽക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെയുണ്ട്. അവളുടെ ഇഷ്ടപ്പെട്ട നിറത്തിനാണ് റൂം പെയിന്റ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള എല്ലാം കൊണ്ട് നല്ല കംഫർട്ടാണ് ആ റൂം. വാ മോളെ, ഫംഗ്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ അവൾ കൈ ഷെഫിയുടെ കൈയോട് ചേർത്ത് വെച്ച് ഇരുവരും കൈ പിടിച്ച സ്റ്റേജിലേക്ക് വന്നിരുന്നു. കുറെ നേരത്തെ കലാപരിപാടിക്ക് ശേഷം ഇരുവരും വളരെയധികം ക്ഷീണിച്ചു. അവൾക്കിനി വയ്യാൻ തോന്നിയതും അവൻ പരിപാടികളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ശേഷം അവളെയും പൊക്കിയെടുത്ത് റൂമിലേക്ക് പോയി. ഇക്ക ഇറക്ക്, ആളുകൾ നോക്കുന്നു. നോക്കിക്കോട്ടെ, അതിനെന്താ, ഞാൻ എന്റെ പെണ്ണിനല്ലേ എടുത്ത്, അല്ലാണ്ട് വേറെ ആരെയല്ലോ. ഇക്ക നിങ്ങൾ ഇപ്പൊ തന്നെ ഒരുപാട് ക്ഷീണിച്ചു. ഇനി എന്നെ കൂടെ എടുത്ത് വെറുതെ ക്ഷീണിക്കണ്ട. ഇറക്കിയേക്കിക്ക, ഞാൻ നടന്നോളാം. മിണ്ടരുത് എന്ന് പറഞ്ഞ് അവൾ തുറിച്ചു നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവനെ നെഞ്ചോട് ചേർന്ന് അവൾ കിടന്നു. അവനവളെ കൊണ്ടുപോയി കിടത്തി. ഉറങ്ങിക്കോ. എനിക്കൊന്ന് കുളിക്കണം. എന്ന് രാത്രി കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. നിങ്ങൾ കിടന്നോളി, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ വരണോ? പോടെ വൃത്തിയിട്ടവനെ. ഞാനല്ലാതെ വേറെ ആരടി നിന്നെ കുളിപ്പിക്കാനുള്ളേ? അങ്ങനെ ഇപ്പൊ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം കുളിക്കാൻ. കേട്ടല്ലോ? ഓ കേട്ടു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൾ കണ്ടു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന അവനെ. അങ്ങനെ അവനെ കണ്ടപ്പോൾ പ്രത്യേക ഒരു വാത്സല്യം. അവന്റെ നെറുകിലൊന്ന് ചുംബിച്ച ശേഷം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവളുടെ കൈകൾ വലിച്ച് അവന്റെ നെഞ്ചിലോട്ടിട്ട് നേരെ ചെന്ന് ലാൻഡായത് അവന്റെ നെഞ്ചിലേക്ക്. ആ അപ്പൊ കള്ളവർക്കായിരുന്നല്ലേ? പിന്നില്ലാതെ. എന്റെ പെണ്ണിന്റെ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറക്കം വരുമോ? എന്താണോ മിഴിച്ചു നോക്കുന്നത്? ഒന്നുമില്ലക്ക, ഇപ്പോഴാണ് നിങ്ങളുടെ പാട്ട്. എന്താ? അവൾ ചുമല് കുലുക്കി. എന്നാ എന്റെ പെണ്ണ് പാടിക്കേ. അവൻ അവളുടെ മടിയിൽ അവന്റെ മുഖം ചേർത്ത് വെച്ചു. പതി അവളുടെ കൈകളെടുത്ത് അവന്റെ തലയിൽ വെച്ചു. ഇനി മസാജ് ചെയ്തുകൊണ്ട് പാടിക്കോ. പാടിടി കാന്താരി. മെല്ലെ അവളുടെ കൈകൾ അവന്റെ തലയിൽ കൂടെ മസാജ് ചെയ്തു തുടങ്ങി. പതി അവളുടെ മനോഹര ശബ്ദത്തിൽ അവൾ പാടി തുടങ്ങി. പാടി കഴിഞ്ഞതും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നിരുന്നു. എന്തുകൊണ്ടോ അത് അവൾക്ക് അവനും ഏറെ പ്രിയപ്പെട്ട പാട്ടായിരുന്നു. അവളെ അവൻ ഇറുകെ പുണർന്ന് മുത്തങ്ങൾ കൊണ്ട് മൂടി. എന്തിനാ എന്റെ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞേ? ഒന്നുമില്ല, ഈ പാട്ട് വല്ലാത്തൊരു ഫീലാ. അത് നിന്റെ ശബ്ദത്തിലാവുമ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലായിട്ട് മാറും. അത്രക്ക് ഇഷ്ടമാണോ എന്റെ സൗണ്ട്? ആടി പെണ്ണെ, ഒരുപാട് ഇഷ്ടം. അതല്ലടി, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാ ഞാൻ വിളിക്കുന്നേ. നിന്റെ ശബ്ദം കേട്ടാ എനിക്കൊരു ഉന്മേഷം കിട്ടും. കലിപ്പെല്ലാം മാറി സമാധാനാവും. എന്നിട്ടാണോ എന്നോട് വെറുതെ കലിപ്പിടുന്നേ? എന്നും എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്ന് അറിയോ? അതിനുള്ള കാരണം കണ്ടെത്തുന്ന ഈ എന്നല്ലേ. വേണ്ട ചെയ്യരുതെന്ന് പറയുന്നേ ചെയ്യും. അനുസരണ തീരില്ല ഭദ്രകാളിക്ക്. എന്നിട്ടാണോ എന്നോട് വെറുതെ കലിപ്പിടുന്നതെന്നും? എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്ന് അറിയോ? ചിലപ്പോ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല. അതോ പെണ്ണ് കലിപ്പായോ? പോയിക്കോ അവിടുന്ന്. പാവല്ലേ വിചാരിച്ച് പാട്ട് പാടി തന്നപ്പോ തലേ കയറി ഒപ്പന കളിക്കുക നിങ്ങള്. ഐഷു ഡി എന്താ? അതെ, ദേഷ്യപ്പെടുമ്പോഴേ അന്നെ കാണാനേ വല്ലാത്ത മൊഞ്ചാട്ടോ. കവിളൊക്കെ ഇങ്ങനെ ചുവന്ന് കടിച്ചെടുക്കാൻ തോന്നും. നിനക്ക് തീരെ നാടല്ലേ റബ്ബേ? അല്ല, ഞാൻ അന്നല്ലാണ്ട് അടുത്ത വീട്ടിലെ താത്താനെ പോയി പിടിക്കാൻ പറ്റുമോ? എന്തേ എന്ത് പറഞ്ഞാലും ഉണ്ടാവും അവിടെ ഒരു ഞഞ്ഞ. ശീലായി പോയി, മാറ്റാൻ പറ്റില്ല. നീ വാ, നമുക്ക് റൈഡ് പോവാം. എവിടേക്കാ? അവൾ ഉത്സാഹത്തോടു കൂടി ചോദിച്ചു. എവിടേക്കെങ്കിലും പോവാം, നേരം വിളിക്കുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തണമെന്നേ ഉള്ളൂ. സെറ്റ് ബേബി. അങ്ങനെ അവർ നീണ്ട യാത്ര പുറപ്പെട്ടു. തണുത്ത കാറ്റിന്റെ തലോടലും കോടമഞ്ഞിന്റെ തണുപ്പും അവരെ തഴുകി തലോടി. അവനെ ഇറുകെ പുണർന്ന് അവനോട് ചേർന്നിരുന്നു. അവൾ ഒരിക്കലും കൈവിടില്ലെന്ന മട്ടിൽ. എന്തോ അവളുടെ മുഖം മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു. അവനത് ഫ്രണ്ട് മിററിലൂടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. തൻ്റെ കൈവിട്ടു പോയെന്ന് വിചാരിച്ചിരുന്നവൾ ഇന്ന് തന്നെ സ്വന്തം, തനിക്ക് മാത്രമായി പിറന്നവൾ. അങ്ങനെ അവർ നേരെ ചെന്നുന്നത് മനോഹരമായ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തായിരുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവയെല്ലാം പ്രത്യേക ഭംഗിയുള്ള പോലെ.
നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ആ രാത്രിക്ക്. ഇക്ക എന്ത് ഭംഗി എവിടെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഐ ലവ് യു സോ മച്ച് ഡിയർ. അവനെ അവൾ ഇറുകെ പുണർന്ന് മുത്തങ്ങൾ കൊണ്ട് മൂടി. ഇതെല്ലാം എന്റെ പൊണ്ടാട്ടിക്ക് ഇഷ്ടായോ? തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ ചോദിച്ചു. ഒത്തിരി ഇഷ്ടായി. എന്നാ വാ, വേറെ സ്ഥലം കൂടെ ഉണ്ട്. എവിടേക്കാ ഇക്ക? പറയാം. അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ കൂടെ നടന്നു. അവർ നടന്നെത്തിയത് ഒരു വലിയ റൂമിന്റെ മുമ്പിലായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് ഇക്ക? ആടി പൊട്ടി, ഇവിടെ എങ്ങനെയും സ്ഥലമുണ്ട്. നീ ഇനി കണ്ണുറക്കല കേട്ടോ. റൂമിലെത്തിയിട്ട് ഞാൻ തുറന്നുതരാം. ഓ ആയിക്കോട്ടെ. അവന്റെ ഇരു കൈകളാൽ അവളുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരുവരും റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നു. അതിന്റെ മുകളിലായി റോസ് പെറ്റൽസ് കൊണ്ട് ഹൃദയാകൃതിയിൽ മനോഹരമായി ചെയ്തിരിക്കുന്നു. റൂം മുഴുവൻ കാൻഡിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ഐഷു, അവൻ പ്രണയാർദ്രമായി വിളിച്ചു. അവൾ നാണത്തോടെ മുഖം താഴ്ത്തി. മുഖത്തേക്ക് നോക്കടി പൊട്ടിപ്പെണ്ണെ. അവൻ മെല്ലെ അവളുടെ മുഖം പിടിച്ചുയർത്തി. ശേഷം തന്നെ ഇണയെ സ്വന്തമാക്കുവാൻ വെമ്പൽ കൊള്ളുന്ന അവന്റെ അധരം അവളുടെ അധരങ്ങളിലേക്ക് നോട്ടമെറിഞ്ഞു. അവന്റെ അധരം പതിയെ അവളുടെ അധരങ്ങളിലേക്ക് അമർന്നു. കീഴ്ചുണ്ടും മെല്ലെ മേൽച്ചുണ്ടും അവൻ സ്വന്തമാക്കി. എത്ര നുകർന്നിട്ടും മതിവരാത്തൊരു വണ്ട് പോലെ അവൻ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി. അവളിൽ നിന്നും തടസ്സമായതൊക്കെ അവൻ അടർത്തി മാറ്റി. അവന്റെ പല്ലുകൾ അവളുടെ മാറിലേക്ക് ആഴ്ന്നിറങ്ങി. അവളിലേക്ക് ഒന്നുകൂടെ അവൻ ഇഴുകിച്ചേർന്നു. രാത്രിയുടെ യാമങ്ങളിൽ മഴ തൻ്റെ പ്രണയിനിയെ പ്രണയം കൊണ്ട് പൊതിയുമ്പോൾ ഒരു പുതപ്പിന് കീഴിൽ പ്രണയം കൈമാറുകയായിരുന്നു ആയിഷുവും അവളുടെ ഷെഫിയും. ഇനി ഒരിക്കലും ഒരു ശക്തിക്കും അടർത്തി മാറ്റാനാവാത്ത വിധം അവൾ അവനിൽ അലിഞ്ഞു ചേർന്നു. ഏതോ യാമങ്ങളിൽ ഇരുവരും നിദ്രയിലേക്ക് ആണ്ടു. രാവിലെ എണീച്ചപ്പോൾ തന്നെ കാണുന്നത് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഐശ്വര്യനെയാണ്. പ്രത്യേക വാത്സല്യം തോന്നിയവന്. അവൻ്റെ അധരം അവളുടെ കവിളിൽ പതിഞ്ഞതും ഒരു നെരുക്കത്തോടെ അവൾ എഴുന്നേറ്റു. അവൾ ചുറ്റിനെ നോക്കി. ശേഷം അവൻ്റെ മുഖത്തേക്കും. അവൻ എഴുന്നേറ്റില്ലെന്ന് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ബ്ലാക്ക് കളർ ബ്ലൗസും റെഡ് കളർ സാരിയും ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിക്കുന്ന അവളെ കണ്ടപ്പോൾ അവനൊരു കുസൃതി തോന്നി. മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. ആദരം ലക്ഷ്യമാക്കി വന്നതും അവളൊരൊറ്റ കടിയായിരുന്നു കവിളിൽ. ആ എടി കള്ളിയങ്ങാട്ട് നീര് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യം മോയ് പോയി ഫ്രഷ് ആയിട്ട് വാ. പല്ലും തേക്കില്ല, എന്നിട്ട് റൊമാൻസിക്കാൻ വന്നിരിക്കുന്നു. എന്നാ ഇങ്ങളൊക്കെ നന്നാവുക? അവൻ പല്ലും കടിച്ച് ടൗലെടുത്ത് ബാത്റൂമിൽ പോയി. അവന്റെ അവസ്ഥ കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ചിരിക്കടി ഉരിപ്പൻ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. ഓ ശരി തമ്പുരാനെ. അവൻ അവളുടെ പ്രവൃത്തി കണ്ട് ദേഷ്യം വന്നു. മറുത്തൊന്നും ചിന്തിക്കാതെ അവളെയും പൊക്കിയെടുത്ത് ഷവറിന്റെ താഴെ പോയി നിന്നു. വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തിൽ മുഴുവൻ നനവ് പടർത്തി. അവ ഓരോന്നും അവന്റെ ചുണ്ടുകളാൽ അവൻ ഒപ്പിയെടുത്തു. അവളിലെ സ്ത്രീയെ അവൻ പതിയെ ഉണർത്തി. ചുറ്റിവരിഞ്ഞ സർപ്പങ്ങളെപ്പോലെ ഇരുവരും വരിഞ്ഞു ചുറ്റി. അവളുടെ നഗ്നത അവനിൽ ആവേശം പകർന്നു. അവളിലേക്ക് ഒന്നുകൂടെ അവൻ അലിഞ്ഞു ചേർന്നു. വെള്ളത്തിന്റെ തണുപ്പിലും ഇരുവരും നന്നായി വിയർത്തു. നാണം കൊണ്ടവൾ മുഖം താഴ്ത്തി. എന്താ പെണ്ണിന് നാണം വന്നു? അവളതിന് മറുപടി എന്നോണം നാണത്താൽ കലർന്ന് ഒരു ചിരി സമ്മാനിച്ചു. അവളുടെ അധരം അവനെ നുണക്കുഴിയിൽ സ്ഥാനം പിടിച്ചു. അവൾക്ക് ഏറെ പ്രിയപ്പെട്ട അവളുടെ മാത്രം കലിപ്പന്റെ നുണക്കുഴി. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവർ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ 3 മാസത്തെ സൽക്കാരത്തിനെല്ലാം ഒടുവിൽ അവരൊന്ന് ഫ്രീ ആയി. അപ്പോഴാണ് ചിരിച്ചളിച്ചു നിന്ന ഐഷു അപ്രതീക്ഷിതമായി നെട്ടറ്റ് വീഴുന്ന ഒരു പൂവിനെ പോലെ താഴേക്ക് ഊർന്നു വീണത്. ഐഷു, ഐഷു, നീ പെണ്ണ് എഴുന്നേൽക്ക്, എന്താ പറ്റിയ? അവൻ വെള്ളം കുടിഞ്ഞുകൊണ്ട് കുറെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഐഷു, എന്താടാ പറ്റിയേ? ഒരു നിമിഷത്തേക്ക് പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ഇക്ക എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് സംഭവിച്ചെന്ന് അറിയത്തുമില്ല. ഷാനു, നിനക്കിതൊരു ഡേറ്റ് ആയിട്ടില്ലല്ലോ? ഇല്ല. ആ അപ്പൊ ഇത് വയറ്റി പിടിച്ച തന്നെയാ? എന്ത്? അവർ ഒരുപോലെ ചോദിച്ചു. ബെസ്റ്റ് വാപ്പയുമ്മേ, ദേ കുഞ്ഞുവാവേ, നിന്റെ ഉപ്പക്കും ഉമ്മക്കും തീരെ ബുദ്ധിയില്ല കേട്ടോ. അവർ കൈകൾ ഐഷുവിന്റെ വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എടാ പൊട്ട, ഇനിയും മനസ്സിലായില്ലേ ഈ ഒരു ഉപ്പാവാൻ പോവാണെന്ന്? സന്തോഷം കൊണ്ട് അവളുടെ അവന്റെയും കണ്ണുകൾ നിറഞ്ഞു. അവൻ അവൾ ഇറുകിയ പുണർന്ന് ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഉമ്മ, ഇങ്ങടെ മോ ശരിയല്ല കേട്ടോ. അയ്യേ, ഞാനൊന്നും കണ്ടില്ല. മോളെ ഇങ്ങ് വാ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമിട്ട് എനിക്കൊരു പേരക്കുട്ടി വരാൻ പോവല്ലേ, വേഗം ഇങ്ങോട്ട് വാട്ടോ. ഉമ്മ അവൾ നെറുകിൽ സ്നേഹത്തോടു കൂടി ചുംബിച്ചു. അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. 2 വർഷങ്ങൾക്ക് ശേഷം ഉമ്മയുടെ സ്വത്ത് എവിടെ? ഇങ്ങ് വന്നേ. കുഞ്ഞുമോളെ കാട്ടി ചിരിക്കുന്ന അവൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. സുന്ദരി വാവയല്ലേ എന്റെ ഐറക്കുട്ടി? അല്ല, നിങ്ങൾക്ക് ഇതാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഐഷുവിന്റെയും ഷെഫിയുടെയും സ്വത്തു, ഐറ മേ വിഷ്. നമ്മുടെ ഐഷുവിനെ പോലെ തന്നെ.
അബ്ബയുടെ സ്വത്തുമാണല്ലേ ഐറക്കുട്ടി, ഉമ്മിയുടെ അല്ലല്ലോ. മോണ കാട്ടി അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ആ മാലാക്കുട്ടി ചിരിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. ദേ ഐറവാവേ, അബ്ബയുടെ അടുത്തോട്ട് വാ. ഷെഫി കൈ നീട്ടിയതും ഒറ്റ ചാട്ട അവന്റെ മേലേക്ക്. ഐറ അവളുടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ഐശുവിന്റെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങി. അത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവും, അല്ലാതെ വേലക്കാരി ജാനുവിന്റെ ആവില്ലല്ലോ. ഊഫ്, നമ്മള് പോണ് കോപ്പ്. മോളെ കിട്ടിയപ്പോ നമ്മള് മറന്നു, നമ്മളാർക്കും വേണ്ട. അങ്ങനെ പറയലേടി ഐശുട്ടി, നീ അല്ലടി എന്റെ ആദ്യത്തെ മോള്. ആണോ? ഐറ അവരുടെ രണ്ട് മുഖത്തേക്കും കുഞ്ഞിക്കൈകളാൽ ആഞ്ഞടിച്ചു. ഇവള് നിന്റെ തന്നെ മോള്, കണ്ടില്ലേ കുശുംബി. അവർ രണ്ടുപേരും ഉറക്കെ ചിരിച്ചു. അല്ല, നെക്സ്റ്റ് ഇനിയിപ്പോ എന്നാ ജൂനിയർ ഷെഫി വരിക? അയ്യോ, ഒന്നിന്റെ ക്ഷീണം മാറിയിട്ടില്ല, അപ്പോഴേക്കും അങ്ങേരുടെ അടുത്തത്. ഇങ്ങോട്ട് വാ, കൊല്ലും ഞാൻ. ചൂടാവലേടെ ഐശുക്കുട്ടി, നമുക്ക് ട്രൈ ചെയ്യാന്നേ. പോടാ പട്ടി. പട്ടി എന്താണ് സ്വത്തു ഈ പറഞ്ഞേ? പട്ടീന്നോ? വാപ്പാനെ പട്ടീന്ന്? അയ്യോ പോരി. അല്ല, ഉമ്മീനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. കുഞ്ഞു മോണ കാട്ടി അവൾ ഇളിച്ചു കാണിച്ചു. ആ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. സന്തോഷകരമായ അവരുടെ ജീവിതത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു.